അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഇന്നെനിക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഒരു ആണിനെ പടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു പെണ്ണിനെയും പടച്ചിട്ടുണ്ട്. അത് അവനിക്ക് ഒരു തണലായി കൂടെ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഏത് കാര്യങ്ങളും ഉമ്മയോടും ഉപ്പയോടും പറയുന്നതിന് ഒരു പരിധിയുണ്ട്, മറ്റുള്ളവരോട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ഏത് രഹസ്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇണ, അതുപോലെ തന്നെ മറ്റു സുഖങ്ങളും ശാരീരികമായും മാനസികമായും എല്ലാ നിലക്കും പങ്കുവെക്കാൻ പറ്റുന്ന ഒരു ഇണയെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പടച്ചിട്ടുണ്ട്. പലരും ഇന്ന് വിവാഹിതരാണ്, പലരും വിവാഹം കഴിക്കാൻ സമയമെടുത്തവരാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ഓരോരുത്തർക്കും മനസ്സിൽ വരുന്ന ഒരു തരം വികാരം, ഒരാണായാൽ അവൻക്ക് സ്ത്രീയോട് ഒരു വികാരം വരും, സ്വാഭാവികമായിട്ട് വരും. എന്നാൽ പരമാവധി അടക്കിപ്പിടിക്കാനാണ് അത് ശ്രമിക്കേണ്ടത്. അത് അടക്കിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് സ്വാഭാവികമായി തെറ്റുകളിലേക്ക് പോകുന്നത്. ഇന്നെനിക്ക് പറയാനുള്ളത്, മനുഷ്യന് സംഭവിക്കുന്ന ഒരു തെറ്റ്, വൻ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വെറുത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിന്നും നാം അത്തരത്തിലുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ലൈംഗികത മാത്രമാണ്. എന്നാൽ വ്യഭിചാരം എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടാൽ കണ്ണിൻ്റെ വ്യഭിചാരമാണ്, കൈകൊണ്ട് ഹറാമ് തൊട്ടാൽ പിടിച്ചാൽ കയ്യിൻ്റെ വ്യഭിചാരമാണ്, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നാൽ കാലിൻ്റെ വ്യഭിചാരമാണ്, മനസ്സുകൊണ്ട് ഹറാമ് ചിന്തിച്ചാൽ മനസ്സിൻ്റെ വ്യഭിചാരമാണ്, കാതുകൊണ്ട് ഹറാമ് കേട്ടാൽ കാതിൻ്റെ വ്യഭിചാരമാണ്. ഇങ്ങനെ തുടങ്ങി അവയവങ്ങൾ കൊണ്ട് പൂർണ്ണമായും നാമൊക്കെയും വ്യഭിചാരികളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ നിന്നും പൂർണ്ണമായി നാം മാറി നല്ല ജീവിതം തുടങ്ങണം. വ്യഭിചാരികൾക്ക് അല്ലാഹു വലിയ നരകശിക്ഷയാണ് നൽകുന്നത്. നാളെ പരലോകത്ത് അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ വലിയ ദുർഗന്ധമായിരിക്കും. ദാഹിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ ചീഞ്ഞ ചലം അവനെ കൊണ്ട് കുടിപ്പിക്കുന്നതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന അവൻക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ദാരിദ്ര്യത്തിലായിരിക്കും. അള്ളാഹുവിനോടുള്ള ഭയം അവനിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏതൊരു സ്ത്രീയെയും ഏതൊരു അഴകുള്ള പുരുഷനെയും കുട്ടികളെയും കാണുമ്പോഴും അവൻ്റെ മനസ്സിലേക്ക് വികാരമെന്ന ചിന്തയാണ് ഓടിയെത്തുന്നത്. ഹറാമിലൂടെ പച്ച പിടിച്ച ജീവിതമായിരിക്കും അവൻ്റേത്. വ്യഭിചാരികളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മുഖത്തുള്ള ഈമാനിക പ്രഭ കാണുകയില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. പ്രത്യേകമായി പറയാനുള്ളത് ന്യൂ ജനറേഷൻ ആളുകളോട്, സ്വാഭാവികമായും നമുക്കെല്ലാം വികാരം ഉണ്ടാവും. പരമാവധി അടക്കിപ്പിടിക്കുക. എന്നിട്ടും അടക്കിപ്പിടിച്ചിട്ടും നിൽക്കാത്ത പക്ഷം മാത്രമാണ് മറ്റൊരു വ്യഭിചാരത്തിലേക്ക് പോകും എന്നുറപ്പ് വരുന്ന സമയത്താണ് നാം അത് സ്വയം ഭോഗം എന്ന രൂപത്തിൽ കളയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഓരോ ചിന്തകളാണ് നമ്മെ വികാരത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു മനുഷ്യന് വേണ്ടത് അവൻ്റെ ചിന്ത നന്നാക്കിയെടുക്കലാണ്. അള്ളാഹു എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുക. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.